നെന്മാറ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇതുവരെ പ്രതിയെ കണ്ടെത്താനായില്ല എന്നതാണ് ഏറ്റവും ആശങ്കയുയർത്തുന്ന കാര്യം. നെല്ലിയാമ്പതി മലയിൽ ഉൾപ്പെടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. അതിനിടെ പ്രതിയുടെ മൊബൈൽ ഫോൺ ഓണായെന്ന് കണ്ടെത്തി. സിം ലൊക്കേഷൻ കാണിച്ചത് കോഴിക്കോട് തിരുവമ്പാടിയിലാണ്. ഇവിടെ ഇയാൾ കുറച്ചുകാലം ക്വാറി തൊഴിലാളിയായി ജോലി ചെയ്തിട്ടുണ്ട്. ക്വാറിയിൽ പരിശോധന നടത്തിയെങ്കിലും പക്ഷെ ഒന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. രണ്ട് ഫോണല്ല, ഇപ്പോൾ ഒരു ഫോണിൽ കുറേ സിം കാർഡാണ് ഉപയോഗിച്ചത്. പിന്നെ ഇയാളുടെ സിം ഉപയോഗിച്ചിട്ട് മറ്റു ഫോണുകളിൽ വെച്ചിട്ട് അത് സംസാരിച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് IMR വെരിഫിക്കേഷൻ ചെയ്തിട്ട് അങ്ങനെയാണ് മനസ്സിലായത്. സോ ആ എല്ലാം ഫോൺ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തിട്ട് അതിൻ്റെ പരിശോധന ചെയ്തു. ഇയാളുടെ ബ്രദർക്ക് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഇൻട്രോഗേറ്റ് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. ഇഫ് സം ഇൻഫർമേഷൻ ക്യാൻ ബി കമ്മിങ് ഫ്രം ദാറ്റ്. സോ അത്ര കാര്യം ഞങ്ങൾ ഓൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി കേസിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ഓൾറെഡി ചെയ്തിട്ട് വരികയാണ്. പ്രതിയുടെ സഹോദരനെ ചോദ്യം ചെയ്തു വരികയാണെന്നും ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുമെന്നും പാലക്കാട് SP അജിത് കുമാർ പറഞ്ഞു. ആ ബെയിൽ കണ്ടീഷൻ റിലാക്സ് ചെയ്യേണ്ട അതും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾ ഒരു അപ്പോസ് ചെയ്തിരുന്നു. പക്ഷേ കോടതി അയാൾക്ക് അവകാശം കൊടുത്തു. റിലാക്സ് ചെയ്തിട്ട് ബെയിൽ കണ്ടീഷൻ റിലാക്സ് ചെയ്തിട്ട് കൊടുത്തു. ആദ്യമായിരുന്നു ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ പ്രവേശിക്കാൻ പാടില്ല. പിന്നെ അത് റിലാക്സ് ചെയ്തിട്ട് നെന്മാറ പഞ്ചായത്ത് ഏരിയയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതുവരെ ലിമിറ്റ് ചെയ്തു. ബെയിൽ വയലേറ്റ് ചെയ്തെന്ന് പോലീസിന് തന്നെ പ്രഥമ ദൃഷ്ട്യാ മനസ്സിലായതാണല്ലോ. അത് പോലീസ് വീട്ടിൽ ചെല്ലുന്ന ആ സമയത്ത് പ്രതി അവിടെ അത് ഞങ്ങൾ അതിന്റെ എന്തെങ്കിലും അതിലെ ഭാഗത്ത് തന്നെ പോലീസിന്റെ ചെറിയ എന്തെങ്കിലും വീഴ്ച ആണെങ്കിൽ വീഴ്ച എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ പരിശോധന ചെയ്തിട്ട് ബന്ധപ്പെട്ട നടപടികൾ അതിലെടുക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് തന്നെ അതിന്റെ നടപടികൾ നമുക്ക് അന്വേഷിച്ച് എടുക്കാൻ പോകും. അതാണ് സംഭവം ഉള്ളത്. അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാം. ഇപ്പോൾ ടൈം ഫ്രെയിം ഇന്ന റിപ്പോർട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതിന്റെ ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അല്പസമയം മുമ്പാണ് ശ്യാം മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. ആ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മൾ കണ്ടതാണ് രണ്ട് പെൺകുഞ്ഞുങ്ങൾ നെഞ്ചുപൊട്ടി കരയുന്നത്. അത്രമേൽ വലിയ ദുഃഖം അവരനുഭവിക്കുന്നുണ്ട്. ഭീതിയും പ്രയാസവും ഒക്കെ നാട്ടുകാരാകെ അനുഭവിക്കുന്നുണ്ട്. അതിനിടയിലും അവരെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത് പ്രതി പിടിയിലായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പോലീസ് അന്വേഷണം എത്ര മണിക്കൂർ പിന്നിടുകയാണ് ശ്യാം? തീർച്ചയായിട്ടും പോലീസ് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇന്നലെ മുതൽ നടത്തിയ തിരച്ചിൽ, വിവിധ ടീമുകളായിട്ട് നടത്തിയ തിരച്ചിൽ, ഇതിലൊന്നും തന്നെ പോലീസിന് ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആകെ ഇപ്പോൾ നിലവിൽ ഇദ്ദേഹത്തിൻ്റെ ഫോൺ ഓണായി. അത് സംബന്ധിച്ച് രണ്ടിടങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ആദ്യ ഇടത്തിൽ ഈ കോഴിക്കോട് തിരുവമ്പാടിയിൽ പോലീസ് പരിശോധന നടത്തി. കാരണം അവിടെ സുരക്ഷാ ജീവനക്കാരനായിട്ട് അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അവിടെ തിരുവമ്പാടി പോലീസ് അവിടെ എത്തി പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്ന് തന്നെ ആരെയും കണ്ടെത്താനോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇയാൾ വിവിധ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്, വിവിധ സിമ്മുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ സിമ്മുകൾ പല ഫോണിലിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പല സിമ്മുകൾ വേറെയും ഇദ്ദേഹത്തിനുണ്ട് എന്നതാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ച് CDR അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ആ പരിശോധനയിലാണ് രണ്ട് പ്രധാനപ്പെട്ട ലീഡുകൾ കിട്ടിയിട്ടുള്ളത്. ആ ലീഡുകൾ പോലീസ് കൃത്യമായ രീതിയിൽ വെളിപ്പെടുത്താനും തയ്യാറായിട്ടില്ല. പക്ഷേ അപ്പോഴും പോലീസിൻ്റെ ഭാഗത്തെ വീഴ്ച അത് ഏറെ ഗുരുതരമാണ് എന്നത് തന്നെയാണ്. അക്കാര്യത്തിൽ SP-ക്ക് മൗനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഈ ആദ്യഘട്ടത്തിൽ ഈ നെന്മാറ പഞ്ചായത്തിൽ ഇദ്ദേഹത്തിന് പ്രവേശിക്കാൻ പാടില്ല എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ ജാമ്യ വ്യവസ്ഥ. പിന്നീട് ആ സമയത്ത് ഇതിനെ എതിർത്തുവെങ്കിലും പക്ഷേ കോടതി ആ ജാമ്യം അനുകൂലിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഈ പറയുന്ന പോത്തുണ്ടി, അതായത് ഈ പഞ്ചായത്തിൽ മാത്രമാക്കി അത് ആ ജാമ്യവ്യവസ്ഥ ചുരുക്കി. ആ ഘട്ടത്തിലാണ് ഇവർക്ക് ത്രട്ടുണ്ടായത്, ഈ കുടുംബത്തിന് ഭീഷണി ഉണ്ടായത്. ആ സമയത്ത് കുടുംബം പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് വന്ന് അവിടെ പരിശോധിക്കുമ്പോൾ ഇയാളെ കണ്ടെത്തുവാനും ഒക്കെ കഴിയുകയും ചെയ്തതാണ്. പക്ഷേ ആ സമയത്ത് ഇക്കാര്യം പോലീസ് കോടതിയിൽ ധരിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ ജാമ്യ വ്യവസ്ഥ അദ്ദേഹം ഈ ലംഘിച്ച സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ തിരികെ ജയിലിലേക്ക് പോകേണ്ടി വന്നേനെ. അങ്ങനെയെങ്കിൽ ഈ രണ്ടു പേരുടെ ജീവൻ ഇത്തരത്തിൽ ബലി കഴിപ്പിക്കേണ്ടി വരില്ലായിരുന്നു, ജീവൻ ഇങ്ങനെ കുരുതി കൊടുക്കേണ്ടി വരില്ലായിരുന്നു. രണ്ടുപേരെ കൊലപ്പെടുത്തി അദ്ദേഹം കാണാമറയത്ത് പോയിട്ട് പോലീസിന് ഇപ്പോൾ വരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. നെല്ലിയാമ്പതിയിൽ ഇപ്പോൾ പോലീസ് സംഘം തിരച്ചിൽ തുടരുകയാണ്. നാളെ വീണ്ടും ഒരു സംഘം കൂടി ഇറങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതേസമയം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു വിഷക്കുപ്പി, കീടനാശിനിയുടെ കുപ്പി കിട്ടിയ സ്ഥിതിക്ക് ഈ ആത്മഹത്യയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ നാളെ കെഡാവർ ഡോഗിനെ
ഇറക്കി ഈ നെല്ലിയാമ്പതിയിലെയും മറ്റും കാടുകളിലും മറ്റും ഒക്കെ പരിശോധന നടത്താനുള്ള ഒരു കൊടും ക്രിമിനലാണ്. നോക്കൂ, ഒരു പ്രദേശം മുഴുവൻ അയാളുടെ പേടിച്ച് ജീവിക്കുകയാണ്. ആ പെൺകുട്ടികൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങളെയും അയാൾ കൊല്ലുമെന്ന് പറയുന്നു. പുഷ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അയാൾ ഭീഷണിപ്പെടുത്തി. ഒരു പ്രദേശം മുഴുവൻ ഭീതിയിലാണ്. പോലീസിന്റെ അനാസ്ഥയാണ് ഈ ഒരു കാര്യത്തിന് കാരണമായതൊക്കെയും. ഇപ്പോൾ സിം ഓണായി എന്ന് പറയുന്നു, പക്ഷെ അതിലേക്കൊന്നും ഒരു വിവരവും പോലീസിന് ഇപ്പോഴും പ്രതിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നില്ല എന്നതാണ്. തീർച്ചയായിട്ടും പ്രതിയുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം വിവിധ ഇടങ്ങളിൽ നടത്തിയ പരിശോധന കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. ഇന്നലെ രാത്രി മൊത്തം നെല്ലിയാമ്പതി കാടുകൾ അരിച്ചുപെറുക്കി, അതോടൊപ്പം തന്നെ ഡ്രോൺ പരീക്ഷണം നടത്തി. ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ പ്രതിയെക്കുറിച്ചോ പ്രതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പോലീസിന് ലഭ്യമായിട്ടില്ല. നിലവിൽ ഇപ്പോൾ പ്രതിയുടെ പക്കലുള്ളത് പോലീസിന്റെ പക്കലുള്ളത് പ്രതിയുടെ സഹോദരൻ മാത്രമാണ്. ഈ സഹോദരനിൽ നിന്നും കൂടുതലായിട്ടുള്ള കാര്യമായ വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ ഈ CDR മറ്റുമൊക്കെ പരിശോധിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഓരോ തെളിവുകളും കൃത്യമായ രീതിയിൽ പരിശോധിച്ച് അവിടേക്ക് പല പോലീസ് സംഘങ്ങളെ അയച്ച് ഉള്ള പരിശോധനകളും മറ്റുമൊക്കെയാണ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ന് പാലക്കാട് ടൗണിൽ ഇത്തരത്തിൽ കണ്ടു. അങ്ങനെ പലതരത്തിലുള്ള സന്ദേശങ്ങൾ പോലീസിന് പലയിടത്തു നിന്നായി കിട്ടി. പക്ഷേ അവിടെയൊക്കെ പോലീസ് പോയി പരിശോധന നടത്തിയെങ്കിലും അവിടെ നിന്നൊന്നും ഒന്നും കണ്ടെത്താനായില്ല. ഇതെല്ലാം തന്നെ ഒരു അഭ്യൂഹമാണ് എന്നതാണ് ഇന്ന് SP പറഞ്ഞത്. ഇത്തരത്തിലുള്ള പല ഈ അഭ്യൂഹങ്ങൾക്ക് പുറകെ പോലീസിന് പോകേണ്ടി വന്നു. ഇന്ന് ആ രീതിയിലുള്ള പരിശോധനകളൊക്കെ ആയിരുന്നു. ഈ തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ പോലീസ് സംഘം, അതായത് ഈ നെല്ലിയാമ്പതിയിൽ നിന്ന് ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്നടക്കമുള്ള കാര്യങ്ങൾ വരെയും പോലീസിന് അത്തരത്തിലുള്ള സന്ദേശങ്ങളായിട്ട് ലഭിച്ചു. പക്ഷേ ഈ രീതിയിലുള്ള പരിശോധനകളൊക്കെ നടത്തിയിട്ടും പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോൾ ആ 2 പേരുടെ സംസ്കാരം കഴിഞ്ഞിരിക്കുന്നു. ആ 2 പെൺകുട്ടികൾ അവർ അനാഥമായിരിക്കുന്നു. ഈ പ്രതിയെ പിടിക്കാത്ത സ്ഥിതിക്ക് അവരിപ്പോഴും പേടിയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത്. ആ നാട്ടുകാർക്കും ഏറെ പേടി തട്ടിയിരിക്കുകയാണ്. ഇന്നലെയൊക്കെ നാട്ടുകാർ ഉറക്കം ഇളച്ചിരുന്നായിരുന്നു അവിടെ കഴിഞ്ഞുകൂടിയതെന്നാണ് പറഞ്ഞത്. കാരണം അങ്ങോട്ടേക്കെങ്ങാനും വരുമോ എന്ന ഒരു വലിയ പേടി അവർക്കും ഉണ്ടായിരുന്നു. അതിലുപരിയായിട്ട് ആ കുട്ടികളുടെ അവസ്ഥ, അവരുടെ മുത്തശ്ശിയും അച്ഛനും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനിടയിൽ ഈ പ്രതി ഇത്തരത്തിൽ ചാടിപ്പോയിരിക്കുന്നു. തങ്ങളെ അപായപ്പെടുത്തുമോ എന്നതടക്കമുള്ള ആശങ്കയും അവർക്കുണ്ട്. ഈ ആശങ്കകളെല്ലാം ഇങ്ങനെ നിഴലിക്കുമ്പോഴും പോലീസിന് പ്രതിയെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. കേരള പോലീസ് സാധാരണഗതിയിൽ ഇത്തരത്തിലൊന്നും ഒരു അനാസ്ഥയൊന്നും കാണിക്കാത്തതാണ്. പക്ഷേ ഈ ഒരു കേസിൽ പോലീസിനുണ്ടായ അനാസ്ഥയാണ് 2 ജീവനെടുത്തത്. ആ 2 ജീവനുകൾ പൊലിഞ്ഞത് പോലീസിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നത് തന്നെയാണ്. നെന്മാറ പോലീസ് ഒരുപക്ഷെ ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച പ്രതിയുടെ കാര്യം അത് നേരത്തെ കോടതിയിൽ ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടാകുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ 2 ജീവനുകൾ പൊലിയില്ലായിരുന്നു. നിലവിൽ പോലീസ് അവിടെ എത്തി ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് ചെയ്ത് വിടുക മാത്രമാണ് ചെയ്തത്. ആ താക്കീത് ചെയ്തതിന് പിന്നാലെയാണ് ഈ ഇത്തരത്തിലുള്ളൊരു കൃത്യം ഇയാൾ അതും അതിക്രൂരമായി അതികഠിനമായ രീതിയിൽ 2 പേരെ കൊലപ്പെടുത്തിയത്. ആ 2 പേരെയും ഇന്ന് സംസ്കാരം പൂർത്തിയായി. ഇനി ആ കുട്ടികൾ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവരെങ്ങനെ മുന്നോട്ട് പോകും? ഭീതി ഒഴിയണമെങ്കിൽ ചെന്താമര നിയമത്തിന്റെ പിടിയിലാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.